ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി. പകരം ചുമതല മനോജ് എബ്രഹാമിനാണ്. അതേസമയം മാറ്റിയെങ്കിലും AP ബറ്റാലിയന്റെ ചുമതല തുടരും. സേനയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോ സസ്പെൻഷനിലേക്കോ സർക്കാർ പോയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വളരെ കരുതലോടെയുള്ള നടപടിയാണ് അജിത് കുമാറിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാൻ ഇരിക്കുന്നതിനിടെയാണ് നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. രാത്രിയിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി മടങ്ങിയതോടെ തന്നെ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇത്ര വലിയ ആരോപണം നേരിട്ടിട്ടും കടുത്ത നടപടി ഉണ്ടായില്ല എന്നത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ADGPക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് രാത്രിയോടെ നടപടിയുണ്ടായത്. RSS നേതാക്കളെ കണ്ടതിനെ കുറിച്ചുള്ള ADGPയുടെ വിശദീകരണം DGP നേരത്തെ തള്ളിയിരുന്നു. റിപ്പോർട്ടിൽ അജിത് കുമാറിന് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചടക്കം പരാമർശമുണ്ടായിരുന്നു. PV അൻവർ ആരോപിച്ച റിദാൻ മാമി കേസുകളിൽ പോലീസിന് അന്വേഷണ വീഴ്ച ഉണ്ടായെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മാമി തിരോധാന കേസിലെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വീഴ്ച ഉണ്ടായെന്നുമാണ് റിപ്പോർട്ടുകളിലുള്ളത്. ഈ രണ്ട് കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം അജിത് കുമാറിനെതിരെയുള്ളത് ഉചിതമായ നടപടിയെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. LDFന്റെ വിജയമാണിത്. CPM ആവശ്യം നിറവേറ്റപ്പെട്ടു. നടപടി വൈകിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ADGPയെ എന്തിനു മാറ്റിയെന്ന് പറയാതെയാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ ADGPക്കെതിരെ നടപടി വേണമെന്ന് CPI ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. നടപടി ഉണ്ടാവണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. RSS കൂടിക്കാഴ്ചയാണ് നടപടിക്ക് കാരണമായതെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടുമില്ല. ജനങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പര്യാപ്തമായ നടപടിയാണിതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. അതേസമയം മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറുമ്പോൾ പകരം പുതിയ ഇന്റലിജൻസ് ADGPയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങും. നിലവിൽ സായുധ പോലീസ് ബറ്റാലിയന്റെയും ക്രമസമാധാനത്തിന്റെയും ചുമതലയായിരുന്നു അജിത് കുമാർ നിർവഹിച്ചിരുന്നത്. ഇതിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്. സ്ഥലം മാറ്റം എന്ന് പറയുമ്പോഴും ബറ്റാലിയൻ ചുമതല നേരത്തെ തന്നെ അജിത് കുമാർ നിർവഹിച്ചിരുന്ന ചുമതലയാണ്. അതേസമയം ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ സർക്കാർ ഉത്തരവിൽ എവിടെയെങ്കിലും RSSനെ കുറിച്ച് പരാമർശമുണ്ടോ എന്ന ചോദ്യമുയർത്തി RSS നേതാവ് A ജയകുമാർ. ADGPയുമായി RSS നേതാക്കളെ കണ്ടതായി ജയകുമാർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ADGP RSS നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ വിവാദമായിരുന്നു. മാധ്യമങ്ങൾ സമൂഹത്തിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കരുത്. MR അജിത് കുമാർ RSS ബന്ധമുള്ള ആളോ സഹയാത്രികനോ അല്ല. IPSഉം ഉന്നത പദവികളും അദ്ദേഹത്തിന് നൽകിയതും RSS അല്ല. A ജയകുമാർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ADGPയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സർക്കാർ ഉത്തരവിൽ RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല. IPSകാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യമാണ് ജയകുമാർ ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സ്ഥാനമാറ്റത്തിന്റെ കാരണമില്ലായിരുന്നു. വാർത്താക്കുറിപ്പ് ഇങ്ങനെ: ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി മാറ്റി നിയമിച്ചു. നേരത്തെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു.